ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ മൈക്കിൾ സ്റ്റാറുടെ കീഴിലായിരുന്നു സ്റ്റാർട്ടിംഗ് ഉണ്ടായത്. പിന്നീട് ടീമിൻ്റെ മോശം പെർഫോമൻസിനെ തുടർന്ന് ടി പുരുഷോത്തമനെയും തോമസ് കോച്ചിനെയും ബ്ലാസ്റ്റേഴ്സ് താൽക്കാലിക പരിശീലകനായി നിയമിക്കുകയായിരുന്നു. തോമസ് കോച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ജൂനിയർ ടീമിൻ്റെ പരിശീലകനായിരുന്നു. അവിടെ നിന്നാണ് സീനിയർ ടീമിൻ്റെ അസിസ്റ്റന്റ് പരിശീലകനായിട്ട് നിയമിതരായത് ഈ സീസണിൻ്റെ പദ്ധതിയിൽ. പിന്നീട് ബ്ലാസ്റ്റേഴ്സ് ചെറിയ ടീമുകൾക്കെതിരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ഈ സീസണിൻ്റെ പകുതിക്ക് വെച്ച് തോമസ് കോച്ച് AFC പ്രോ ലൈസൻസ് നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ബ്ലാസ്റ്റേഴ്സ് തോമസ് കോച്ചിൻ്റെ കാര്യത്തിൽ, ഭാവിയുടെ കാര്യത്തിൽ 3 ഓപ്ഷൻസ് തോമസ് കോച്ചിന് നൽകിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അഷ് അലി റിപ്പോർട്ട് ചെയ്യുന്നു. അഷ് അലിയുടെ റിപ്പോർട്ടിൽ പറയുന്നു, തോമസ് കോച്ചിൻ്റെ കാര്യത്തിൽ തോമസ് കോച്ചിന് 3 ഓപ്ഷൻസാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ളതെന്നാണ് ഇപ്പോൾ അഷ് അലി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഹെഡ് കോച്ചിങ് സ്ഥാനമില്ല എന്നും അഷ് അലിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. തോമസ് കോച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ ജൂനിയർ ടീമിന് വളരെയധികം റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള കോച്ചാണ്. സീനിയർ ടീമിന് വേണ്ടി വലിയ ടീമുകൾക്കെതിരെ റിസൾട്ട് മോശമാണെങ്കിലും ചെന്നൈയിൻ എഫ്.സിയുടെ ഹോം ഗ്രൗണ്ടിൽ വിജയം സ്വന്തമാക്കിയിട്ടുള്ളതാണ് ടി പുരുഷോത്തമന്റെ കീഴിലും തോമസ് കോച്ചിന്റെ കീഴിലും ബ്ലാസ്റ്റേഴ്സ് ISL ചരിത്രത്തിൽ ഇവർ രണ്ടുപേരുടെ കീഴിലായിരുന്നു വിജയം സ്വന്തമാക്കിയത്. ഇപ്പോൾ ഇതാ തോമസ് കോച്ചിന് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അഷ് അലി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഹെഡ് കോച്ച് സ്ഥാനമില്ല എന്നും അഷ് അലി റിപ്പോർട്ട് ചെയ്യുന്നു.